എന്തായി കാണിക്കുന്നേ? മാറി നിൽക്ക്. ഗ്യാസ് ഉപയോഗിക്കുമ്പോ ശ്രദ്ധിക്കണമെന്ന് എത്ര വട്ടം പറയണം? ലീക്ക് ചെയ്യുന്ന കണ്ടില്ലേ? ഓർമ്മയില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ അടുക്കളയിൽ കയറരുത്. ആ സാരിക്കിപ്പോ തീ പിടിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? സോറി ചേച്ചി, ഞാൻ മറ്റെന്തോർത്ത് നിന്നു പോയതാ. എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടേ പിന്നെ സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? അതിന് ചേച്ചി എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നേ? കാര്യം പറഞ്ഞ എനിക്ക് മനസ്സിലാവും. എത്ര തവണ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഇപ്പൊ തന്നെ ഞാൻ വന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് എന്തെങ്കിലും അപകടം ഉണ്ടായേനെ. എന്നിട്ട് അതിന്റെ പഴി മുഴുവൻ ഞങ്ങളുടെ തലയിലായേനെ. ഓർമ്മക്കുറവിനുള്ള മരുന്ന് കഴിച്ച് അവിടെ എങ്ങനെ ഇരുന്നാ പോരായിരുന്നോ? വെറുതെ അടുക്കളയിൽ കയറി ഇതുപോലുള്ള ഭ്രാന്ത് കാണിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. മതി, നിർത്ത. മര്യാദയ്ക്ക് സംസാരിക്കണം. ചേച്ചി എന്താ ഇപ്പൊ പറഞ്ഞേ? എനിക്ക് ഭ്രാന്താന്ന് അല്ലേ? എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഇതിപ്പോ പല തവണയായി ചേച്ചി ഇതുപോലെ എന്റെ ഓർമ്മക്കുറവിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇങ്ങനെ വെളിവും വെള്ളിയാഴ്ച അല്ലാതെ ഓരോന്ന് ചെയ്താ ഇതുപോലെ ചിലപ്പോ പറഞ്ഞെന്നിരിക്കും. അതിന് എന്നോട് ദേഷ്യപ്പെട്ട ഒരു കാര്യമില്ല. ഓർമ്മക്കുറവിന്റെ പേരും പറഞ്ഞ് അടുക്കളയിൽ കയറാൻ പോലും പറ്റാത്തവളെ ഞാനെന്ന് വരുത്തി തീർക്കാണോ? എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഇതേപോലെ എന്നെ കുറേശ്ശെ കുറേശ്ശെ ഭ്രാന്തിയാക്കി തീർക്കാനാണോ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നേ? ദേ, വെറുതെ എഴുതാപ്പുറം വായിക്കരുത്. എന്റെ ഓർമ്മക്കുറവിനെ കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു? എനിക്ക് ഓർമ്മ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു എന്ന് ചേച്ചിക്ക് അറിയോ? അമ്മയ്ക്കറിയോ? അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു താ. എന്താ മോളെ, എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? എനിക്ക് ഭ്രാന്താന്നാ ശിശിരേച്ചി പറയുന്നേ. ആണോ? അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എന്തോ ഒരു ഭ്രമത്തിനുള്ളിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ടെന്ന് എനിക്കും അറിയാം. അതെന്താണെന്ന് തിരിച്ചറിയാനും എനിക്ക് പറ്റുന്നില്ല. പക്ഷെ അതിന്റെ പേരിൽ ആരും എന്നെ അധിക്ഷേപിക്കാൻ നിൽക്കരുത്. ഞാൻ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും നിങ്ങളൊക്കെ പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. എന്റെ ഉള്ളിലെ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഇതുവരെ ഒരു ഉത്തരവും കിട്ടിയിട്ടുമില്ല. അതൊക്കെ എന്റെ തലയ്ക്കകത്ത് തീ പിടിപ്പിക്കുന്നേ. അതിനിടയിൽ നിങ്ങൾ എല്ലാരും ചേർന്ന് എന്നെ അപമാനിക്കാൻ കൂടി ശ്രമിക്കല്ലേ? നീ എന്താടി മോളോട് പറഞ്ഞേ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് സമൃദ്ധിയോട് ബഹളം വെച്ചാ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. ഇവളുടെ സ്വഭാവം മോൾക്കറിയില്ലേ? വെറുതെ ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറയും. മോളതങ്ങ് മറന്നേക്ക്. എനിക്കിനി ഒരിക്കലും ഓർമ്മ തിരിച്ചിട്ടില്ലെന്നാണോ നിങ്ങൾ എല്ലാരും കരുതുന്നത്? എന്റെ ഓർമ്മകളൊക്കെ തിരിച്ചു പിടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനിടയിൽ ഇതുപോലെ പറ്റുന്ന ചെറിയ ചില അബദ്ധങ്ങളുടെ പേരിൽ എന്നെ ഭ്രാന്തിയാക്കാൻ ശ്രമിക്കരുത്. അത് ഞാൻ സഹിക്കില്ല.